ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കൃത്യം 1.5 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ തേർഡ് പാർട്ടാണ്. ഞങ്ങളൊരു ചോറ്റാനിക്കര അമ്പലത്തിൽ നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് അതിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ അവസാനിക്കുന്നത്. ഇത് അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ്. വെറും 20 രൂപയാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി ഫീസ് വരുന്നത്. കുറച്ച് സമയം ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഇരിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വരാട്ടോ. അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയെങ്കിലും പിള്ളേരെ കൊണ്ടൊന്ന് പോയി ഇരിക്കണം എന്നുള്ളവർക്കും നല്ലൊരു സ്ഥലമാണിത്. കുറച്ച് സമയമൊക്കെ ഞങ്ങളിവിടെ ഇരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും നല്ല ഹോട്ടലുകളും കാര്യങ്ങളൊന്നുമില്ല. പിള്ളേർ ഇതിനകത്തൊക്കെ കയറി കളിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വിശക്കുമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വെജിറ്റേറിയൻ അന്നപൂർണ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയാൽ നല്ല ഫുഡ് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈഡിലിരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഒത്തിരി തവണ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് തോന്നത്തില്ല മുതിർന്നവർക്ക്. പക്ഷെ കുട്ടികൾക്ക് ഇതിലടുത്ത റൈഡുകളൊക്കെ കയറി ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പൈസ മുടക്കി കൊണ്ടുപോകുന്നതിലല്ല, കുറച്ച് സമയം ഫാമിലി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിലാണ് വലിയ കാര്യം. അപ്പോൾ അത് ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ട്, എന്ത് വലുതാ നോക്കിക്കേ. ഈ മരങ്ങൾ കാണാനാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം. ഇത്രയും എത്ര തലമുറ ഈ മരങ്ങളുടെ ചൂട്ടിക്കൂടെ നടന്നിട്ടുണ്ടാവും രാജാക്കന്മാരൊക്കെ അല്ലേ. അപ്പോൾ ആ ചൂട്ട സ്ഥിരം ഇതിൻ്റെ അകത്ത് കയറാറുണ്ട്, ഈ താറാവിൻ്റെ മുകളിൽ. ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചൂട്ടിനെ പോളി കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് 3 പേരെയും കയറ്റിയിരുത്തി കറക്കലായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ ജോലി. അപ്പോൾ ഓരോരുത്തരായിട്ട് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു തുടങ്ങി. അപ്പോൾ ഓരോരുത്തരെയൊക്കെ പൊക്കി കയറ്റിയിരുത്തലാണ് എൻ്റെ പണി. അങ്ങനെ അവസാനം ഞാൻ 3 പേരെയും കയറ്റിയിരുത്തി. അതുകൊണ്ട് വട്ടം കറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ 3 പേരും അതിനകത്തിരുന്ന് കറങ്ങുവാണ് കേട്ടോ. ഇപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ തുടക്കമൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഇതിന് മുമ്പോട്ട് പോകുന്തോറും നിങ്ങൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിങ്ങൾ ഒട്ടും തന്നെ കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രങ്ങളായ പല സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികൾ ഇവിടെ കയറി മടുത്തു എന്ന് പറയണ വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കൂടെയും അവരെ കയറ്റി. അതിനുശേഷം പതുക്കെ ഞങ്ങൾ ഈ പാലസിൻ്റെ അകത്തോട്ട് കിടക്കുവാണ് കേട്ടോ. കുട്ടൻ കുറച്ചു നേരം ഈ ഊഞ്ഞാലിനകത്ത് കയറാനൊക്കെയുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ ഇച്ചിരി പൊക്കം കൂടി ഊഞ്ഞാലായതുകൊണ്ട് അവളെ കൊണ്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ അകത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതേ പാസേജിലൂടെ ഞങ്ങൾ നടന്നു പോയപ്പം കുറേ മരത്തിൽ നിന്ന് ഇങ്ങനെ വേരുകൾ പോലെ ഇറങ്ങി നിൽക്കുന്ന കണ്ടു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം മരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം കുഞ്ഞൂസിൻ്റെ ഫോട്ടോ എടുത്ത്, പിന്നെ കുഞ്ഞായുടെ എടുത്തു, പിന്നെ ആച്ചൂട്ടനെ വള്ളി തൂക്കിയിട്ടിട്ട് ആച്ചൂട്ടൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ വരുമ്പോൾ ഇങ്ങനെ വള്ളി തൂങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ആ ജീൻസ് നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ ഉള്ള രീതികളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ മരത്തിൽ നിന്ന് വേരുകൾ ഭിത്തി കൂടെയൊക്കെ താഴേട്ട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിൽ നിന്ന് വേരുകൾ താഴേട്ട് തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. കുഞ്ഞയെ എന്തായാലും ശക്കലം മൂഡ് ഓഫ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു വലിയ ദിനോസറിൻ്റെ അടുത്തേട്ടാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ പോയി ഇരുന്നുകൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഫാദർ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? പഴന്താമി പാട്ടിടയും സുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. അയന
നമ്മൾ നിൽക്കുന്ന മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത കൊട്ടാരത്തിന്റെ അടുത്താണ് കേട്ടോ. ഈ മരത്തിന്റെ ഒക്കെ ഒരു വണ്ണായി കേറി ഇരിക്കാൻ പറ്റും. എടാ കാലം കൊണ്ട് ചവിട്ടി അങ്ങോട്ട് ആറ്റടാ കുഞ്ഞേശോ. ഒക്കെ നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഊഞ്ഞാലുകളൊക്കെ കാണും കേട്ടോ. ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസിലൂടെ നമ്മൾ കിടക്കുന്നത്. ഇതിനു മുമ്പ് പലവട്ടം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, നിങ്ങൾ നേരിട്ട് ഇത് കേട്ട് നോക്കുക. അത് ആഭരണപ്പെട്ടിയാ തോന്നുന്നൂടാ, ആമാടപ്പെട്ടി. പണ്ടത്തെ രാജാക്കന്മാരുടെ സ്വർണ്ണമൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ അതൊക്കെ കണ്ടോ. അത് കിണ്ടിയല്ല, അത് ആനക്കൊമ്പല്ലേ. അത് അത്ഭുത വിളക്ക് പോലെ ഭൂതം ഉണ്ടാവോ. ദേടാ ഒരു മാനിന്റെ തല പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നു. അത് ഒറിജിനൽ മാനിന്റെ തലയാ. അത് കണ്ടറിയാലോ. ഇത് മഴ കാണാൻ വേണ്ടിട്ട്, ഇത് ഇന്നത്തെ വീടെടുത്തിട്ടോ. ഇത് മഴ കാണാൻ വേണ്ടിട്ട് പണ്ടത്തെ ആൾക്കാർ കുഴി ഉണ്ടാക്കി വെച്ചേക്കണതാണ്. നടുമുറ്റം എന്ന് പറയും. വേണ്ട കുഞ്ഞുശ, നിന്റെ വലിച്ചു കേട്ടുള്ള സ്റ്റാമിന ഇപ്പൊ തൽക്കാലം അമ്മയ്ക്കില്ല. ഇത് കണ്ടോ, പണ്ടത്തെ ആൾക്കാർ അരിയും മറ്റേ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി വെച്ചേർന്ന സാധനം. ഇതെന്താ സാധനം? ഇതിനകത്തായിരിക്കും കപ്പയും അരിയും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്, മനസ്സിലായോ? ചക്കരത്തോണി, ദ വുഡൻ കണ്ടെയ്നർ കീപ്പിംഗ് റോ ജാഗരി. എടാ ശർക്കര ഇട്ട് വെക്കുന്ന സാധന. ഇത്രയും ശർക്കര എന്ത് കാണിക്കാനാണ് ഈശ്വര? പണ്ടത്തെ കാലത്ത് വല്ല ഉണ്ടായാൽ മതിയായിരുന്നു. ഇത് പണ്ടത്തെ ആൾക്കാരെ കുഴിച്ചിട്ടുകൊണ്ടിരുന്ന സാധനമല്ലേ, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഭരണിയിലാക്കി വൈനിട്ട് വെച്ച് തന്നെയാണ്. ഭാഗ്യം പണ്ടത്തെ കാലത്താരും തെണ്ടിപ്പോയ. ഇതൊക്കെ തരക്കൊക്കെ ചെയ്യണ്ടേ. ഇത് ആട്ടുകല്ല വെച്ചുമാ, ഇതിനകത്താണ് ഇഡലി ഉണ്ടാക്കണേ. മാവ് ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കണേ. നല്ല രസമല്ലേ. എടാ ഇത് നോക്കിയാടാ, ഇതിന്റെ കുറ്റി ഉണ്ടോ? ഇതിങ്ങനെ നീക്കുമ്പോഴത് തുറക്കണേ. ആണി അടിച്ചു വെച്ചേക്കോ. ഇത് ഗ്യാസ് അടുപ്പ്, പണ്ട് കാലത്ത് ഭക്ഷണം പാകം ചെയ്യണേ. ഇതിനകത്ത് വിറക് കത്തിച്ചിട്ടാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സൈഡിലോട്ട് വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തത്. ഇത് വെഞ്ചരിക്കൊക്കെ ചെയ്യണ സാധനമല്ലോ. അല്ല, ഇതെങ്ങനെ ഇവിടെ വന്നു? ഇവിടുത്തെ രാജാക്കന്മാര് പള്ളിയിലെ സാധനങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്നേ? ഇവിടെ പള്ളിയും ഉണ്ടായിരുന്നു, അമ്പലം, പള്ളി, മോസ്കാണോ ഇത്? ഈശ്വര, കുഞ്ഞായി ഇത് എന്ത് മാത്ര? അല്ല, ആച്ചു പറഞ്ഞേ ഇതിനകത്ത് മൊത്തം കരിയിലാണ്. ഞാൻ നോക്കിയപ്പോ നിറച്ചും കരിയില്ല. ഇതിപ്പോ നാഗവല്ലിയുടെ ഈ എന്നത് കൊല്ലിലുള്ള സ്ഥല. ആ കിണ്ടിന്ന് പറഞ്ഞോണ്ട് ഓടുന്ന സ്ഥലം. ടോം എടാ നാഗവല്ലി. വീഗാലാൻഡി പോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. നല്ല രസമുണ്ട്. നടന്നു വന്ന് കാല് വേനൽക്ക് മാത്രമേ ഉള്ളൂ. അയ്യോ പുരിന്റെ വീടേനെ. നാഗവല്ലി മനോഹരി ഇറങ്ങിക്കോ. മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി.
ആ അതാ ഓരോരുത്തർ ചുമ്മാ എഴുതി വെക്കണേ മോനെ, വേറെ പണിയൊന്നും ഇല്ല എന്നിട്ട്. ഇവിടെ കുളം ഇതിനു മുന്നേ സിനിമയിലുണ്ടോ? സിനിമയിൽ എപ്പോഴും കുളം കാണിക്കണേ? മോഹൻലാൽ വിളിക്കണത്. കറക്റ്റ്. അച്ഛക്ക് ഇത്രയും ഓർമ്മയുണ്ടായിരുന്ന? കറക്റ്റ് ആ സിനിമയിലെ സീൻ. തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. ഞാൻ എങ്ങനെ ഒരു അതിനകത്ത് പാമ്പുണ്ടെന്ന് തോന്നുന്ന കുഞ്ഞൊക്കെ. അച്ഛൻ വന്നിട്ട് പോരെ, അത്യാവശ്യം പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ. കുഞ്ഞൂസ് ഇവിടെ ചെളിവെള്ളം, ഇവിടെ പോര് ബാ, ഇവിടെ വരെ കേറിയാ മതി ബാ. ചെറിയ ഗുഹയാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും നമ്മളെ മൃഗശാലയായിട്ടാണ്. ഇവിടെ മാനുകളൊക്കെ ഉണ്ട്. കുഞ്ഞി ഇഷ്ടായോ? ഇവിടെ മാനിന് ഭക്ഷണം കൊടുക്കരുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. രസമല്ലേ? ഇവിടെ അത് കടിക്കൂടെ വിരലെ പിടിച്ച് കുഞ്ഞുഷ. കടി കിട്ടിയാൽ മേടിച്ചോട്ടോ, നൊലോളിക്കാൻ പോലും പാടില്ല ഇവിടെ കിടന്ന്. കുഞ്ഞുഷ ഹായ്. ഹലോ. വന്നപ്പോ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. എന്നെ തിന്നല്ലോ കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം എന്നെ നക്കിയതാണ്. എടാ കൊടുക്കുവോ അവര്? കുഞ്ഞുസേ കാട്ടിട്ട് കയറില്ല മോനെ. കുഞ്ഞു പാമ്പിന്റെ കുഞ്ഞൊക്കെ കാണും അതിനകത്ത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഈ മാനിന് ഇതുപോലത്തെ പുല്ലൊക്കെ പറിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതായത് കെമിക്കലുകൾ കലർന്ന ഒരു സാധനവും മാനിന് കൊടുക്കരുത് കേട്ടോ. നല്ല പച്ചപ്പുല്ല് പറിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാനിന് സന്തോഷമാവും കേട്ടോ. വലിയ മൃഗശാലകളൊന്നും നിങ്ങൾക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി. എൻ്റെ കുട്ടികൾക്കും വളരെ സന്തോഷമാണ് ഇതുപോലെ മൃഗങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് പോപ്കോൺ ഇവിടെ മേടിക്കാൻ കിട്ടും. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഉപ്പാണ്. പക്ഷെ ഈ മാനുകൾ നല്ല രുചിയോട് കൂടി അത് കഴിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ അത് പോപ്കോൺ മേടിച്ച് മാനുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുങ്ങൾ കഴിച്ചോളൂ. പശു പ്ലസ് ആട് മാൻ അല്ലേ? പശുവിന്റെ തല ചെവിയും ആടിന്റെ മോന്ത്. കുട്ടികളുടെ മൂഡ് മാറി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചു. അപ്പൊ ആദ്യം കുഞ്ഞാക്കുട്ടൻ ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ മേടിച്ചില്ല. അതിനുശേഷം പോയി മേടിച്ചപ്പോഴത്തേനും കുഞ്ഞാക്കുട്ടൻ അവിടെ വഴക്കൂടിയിരിപ്പുണ്ട്. എനിക്ക് ഐസ്ക്രീം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരൊന്നൊന്നര വാശിയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും മോളും തമ്മിൽ ഉടക്കി. പിന്നെ ഞാൻ അങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു കേട്ടോ. ഈ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഞങ്ങൾ എടുത്തിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ വിശപ്പ് കാരണം കൊണ്ട് ഒരു ഫുഡ് മേടിക്കാനായിട്ട് വന്നേക്കുകയാണ്. നമ്മളൊരു ഫുള്ള് ഷവായി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അറേബ്യൻ ഫെസ്റ്റീവ് അങ്ങനെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. ആച്ചൂട്ടിന് വറുത്ത മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഷവായുടെ കൂടെ തന്നെ വറുത്ത മീൻ മേടിക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. ചേട്ടൻ അവിടെ മസാലയൊക്കെ പെരട്ടി
മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീൻ വേവാനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷവായുടെ കൂടെ മീനോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഇത് ആച്ചൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആളൊരു പൂച്ചക്കുഞ്ഞാണ്. അവൾക്ക് ചിക്കനൊന്നും അത്ര ഇഷ്ടമല്ല, അവൾക്ക് മീനാണ് ഇഷ്ടം. എനിക്ക് ചിക്കൻ വേണ്ട, എനിക്ക് മീൻ വറുത്ത മീൻ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് കൊണ്ട് ഇപ്പോൾ ഷവായ മേടിച്ചിട്ട് ഇവിടെ വറുത്ത മീനിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വറുത്ത മീൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടിക്കാനായിട്ട് സോഡ പോലത്തെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ആപ്പി പീസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മൗണ്ടൻ ഡ്യൂ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അവിടെ മൗണ്ടൻ ഡ്യൂ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ആപ്പി പീസ് മേടിച്ചു. അപ്പോൾ ഇതുണ്ട് ഞങ്ങളെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളുടെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഡ്യൂലക്സ് റൂമാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. അപ്പോൾ ഈ പിള്ളേരുടെ കാലിരിക്കുന്ന ഫ്രഷ് ജ്യൂസ് ആണ് കേട്ടോ, കുഞ്ഞൂസിന്റെ കാലിരിക്കുന്നത്. ഇതെന്താണെന്നറിയോ? പൊമിഗ്രാനൈറ്റ്. മാങ്ങ ആരുടെയാ? ഇതെന്താ? തണ്ണിമത്തന്നിങ്ങ. അപ്പൊ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കുന്ന ഞങ്ങളുടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൈ കഴുകാതെ കഴിക്കരുത്. കൂടെ ഒക്കെ പോയ കാരണം കൊണ്ട് ഞങ്ങൾ കൂടുതലും വെജിറ്റേറിയൻ ഫുഡായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദോശയ്ക്കൊക്കെ 100 രൂപ 150 രൂപയൊക്കെ വെച്ച് ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മസാല ദോശ, ഗീ റോസ്റ്റ് ഒക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ആളാമീത് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചാർജ് വന്നു. ഇപ്പോൾ ഞങ്ങൾ ഷവായി ഫുള്ള് മേടിച്ചിട്ട് ഇത്രയും ഫ്രഷ് ജ്യൂസ് ഒക്കെ മേടിച്ചിട്ട് വലിയൊരു ചാർജ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കമ്പാരിറ്റീവ്ലി വെജിറ്റേറിയൻ ഫുഡ്സ് വെച്ച് നോക്കുമ്പോൾ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. പിള്ളേർ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങി. ഇതിൻ്റെ രാവിലെ എണീച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. റൂമൊക്കെ ലോക്ക് ചെയ്യാനുള്ള പരിപാടികളാണ്. ഇനി ഡ്രസ്സൊന്നും ബാക്കിയില്ല. 4 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ിരിക്കുന്നത് ആച്ചൂട്ടൻ്റെ ആൻറ്റിബയോട്ടിക് സിറപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആച്ചൂട്ടന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പം പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. വിശക്കണമായിരുന്നു. കുഞ്ഞാക്കുട്ടൻ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പോണ വഴിക്ക് വെക്കറ്റത്ത് പോണ വഴിക്ക് കിൻഡർ ജോയ് ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളൊരു ബേക്കറി കയറി ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം എനിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് കയറേണ്ടതായിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം നൈറ്റ് ഡ്യൂട്ടിക്ക് കയറാനായിട്ട്. അപ്പം 3 ദിവസം ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസവും പിന്നെ നൈറ്റ് കയറുന്നതിനുള്ള ഒരു ദിവസം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 3 days എടുത്തത്. അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറാനുള്ളതിൻ്റെ വിഷമം വേറെ, കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള പോകുന്നതിൻ്റെ വിഷമം വേറെ. അപ്പോൾ കുഞ്ഞായിക്കുട്ടിന് കിട്ടിയ ടോയ് ആണ് കേട്ടോ. അതൊരു കുഞ്ഞു കുറുക്കനാണ് കിൻഡർ ജോയിന് കിട്ടിയത്. അപ്പോൾ ആച്ചൂട്ടിന് കിൻഡർ ജോയ് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ സങ്കടം മാറാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തതാണ്. 3 പേർക്കും ഓരോ കുട്ടിക്കുറുക്കനെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് വീട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.